ഇന്ത്യയിലെ ഉപദ്വീപീയ നദികൾ. ആദ്യം നർമ്മദ. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലുള്ള അമർകണ്ട് പീഠഭൂമിയിലെ നർമ്മദ കുണ്ടാണ് ഉത്ഭവസ്ഥാനം. നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദ നദിയാണ്. ഡെക്കാനെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ നദി. അതുപോലെ തന്നെ വിന്ധ്യ, സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വിഭജിക്കുന്നതും നർമ്മദ നദിയാണ്. പ്രാചീന കാലത്ത് രേവ, ജയശങ്കരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് നർമ്മദ നദിയാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ സമരം ചെയ്തത് മേധാ പട്കർ ആയിരുന്നു. മേധാ പട്കറുടെ സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇന്ദിരാ സാഗർ, ഓങ്കേശ്വർ, സർദാർ സരോവർ എന്നീ പദ്ധതികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഇന്ത്യയിൽ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയത് നർമ്മദ നദിയുടെ തീരത്താണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ നദി. താപ്തി നദി 724 കിലോമീറ്ററാണ് താപ്തി നദിയുടെ നീളം. മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഉപദ്വീപീയ നദിയാണ് താപ്തി. സത്പുര പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ടാണ് താപ്തി നദി ഒഴുകുന്നത്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി നദി. താപ്തി നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കക്രപ്പാറ, ഉഖായ് എന്നിവ. സൂറത്ത് പട്ടണം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ നദി. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ നദി. എന്നാൽ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. അതുപോലെ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയുമാണ്. 1400 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ നീളം. കൃഷ്ണ നദിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഭീമ, തുംഗഭദ്ര എന്നിവ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ്. കർണാടകയിലെ അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ അണക്കെട്ടും കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയാണ് ഗോദാവരി കൃഷ്ണ പദ്ധതി. ആന്ധ്രാപ്രദേശിലാണ് പദ്ധതി നിലവിൽ വന്നത്. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദീ തീരത്താണ്. ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നാസിക്കിന് സമീപത്തു നിന്നും ഉത്ഭവിക്കുന്നു. ത്രയംബക കുന്നുകളിൽ നിന്നുമാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ തന്നെ ഒഴുകുന്ന ഏറ്റവും നീളമേറിയ നദി ചോദിച്ചാലും ഗോദാവരിയാണ് ഉത്തരം. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാലും ഗംഗ തന്നെയാണ് ഉത്തരം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ വലിപ്പത്തിൽ രണ്ടാമതാണ് ഗോദാവരി. ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്നതിൽ മൂന്നാമതാണ് കൃഷ്ണ നദി. കിഴക്കോട്ടൊഴുകുന്നതിൽ 4ാം സ്ഥാനത്തുള്ളത് യമുന നദിയാണ്. ഇനി ചോദിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണെങ്കിൽ ഗോദാവരിയാണ്. 2ാം സ്ഥാനം കൃഷ്ണയ്ക്കാണ്. ഇനി അഥവാ ചോദിക്കുന്നത് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നർമ്മദയാണ്. ഇന്ത്യയിലെ നീളം കൂടിയ നദികളും അവ ഒഴുകുന്ന ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളവുമാണ് തന്നിട്ടുള്ളത്. ഗംഗ 2510, ഗോദാവരി 1465, കൃഷ്ണ 1400, യമുന 1376, അതുപോലെ നർമ്മദ 1312 കിലോമീറ്റർ.
പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. ഗോദാവരിയെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി നദി. മഞ്ചീര, പെൻഗംഗ, ഇന്ദ്രാവതി, വർദ്ധതാൽ, ശബരി എന്നീ നദികൾ ഗോദാവരിയുടെ പോഷക നദികളാണ്. കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. പുഷ്കർ ആഘോഷം നടക്കുന്നത് ഗോദാവരി നദിക്കരയിൽ 12 വർഷത്തിലൊരിക്കലാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള നടക്കുന്നത് അലഹബാദിലാണ്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി എന്നീ സ്ഥലങ്ങൾ. കാവേരി നദി തലകാവേരിയിൽ നിന്നാണ് ഉത്ഭവം, അഥവാ കർണാടകയിലെ കുടകിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം. പൂംബുഹാറിൽ വെച്ചിട്ടാണ് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. മാറിപ്പോവരുത്, ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത് കാവേരി നദിയും വൃദ്ധഗംഗ എന്ന് പറയുന്നത് ഗോദാവരിയുമാണ്. അമരാവതി, കബനി, ഭവാനി എന്നിവ കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായ ഗ്രാൻഡ് അണക്കെട്ട് അഥവാ കല്ലണൈ ഡാം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിലാണ് ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ശിവസമുദ്രം, ഹൊഗനക്കൽ വെള്ളച്ചാട്ടം എന്നിവ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും കാവേരി നദിയിലാണ്. 1990 കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത്. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിൻ്റെ അന്തിമ വിധി വന്നത് 2007 ഇതിലെ കക്ഷികൾ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ്. പ്രധാനപ്പെട്ട നദീജല തർക്കങ്ങൾ: ആന്ധ്രാപ്രദേശും കർണാടകവും തമ്മിലുള്ള നദീജല തർക്കമാണ് അൾമാട്ടി ഡാമുമായി ബന്ധപ്പെട്ട്. കാവേരി നദീജല തർക്കം തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബഗ്ലിഹാർ അണക്കെട്ടിനെ ചൊല്ലിയും അതുപോലെ കിഷൻ ഗംഗ അണക്കെട്ടിനെ ചൊല്ലിയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നത്. അന്താരാഷ്ട്ര കോടതി ഇടപെട്ടിട്ടുള്ള നദീജല തർക്കമാണ് കിഷൻ ഗംഗ നദീജല തർക്കം. മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയ്ക്കടുത്തുള്ള മൈക്കല മലനിരകളിൽ നിന്നുമാണ് ഉത്ഭവം. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഛത്തീസ്ഗഡിലുള്ള ഷിയോനാഥ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഒഡീഷയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദീ തീരത്താണ്. ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ: ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. കർണാടകയിലാണ് ശരാവതി നദി ഒഴുകുന്നത്. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗയാണ്. ജൻജാവിതി നദി ആന്ധ്രാപ്രദേശിലുള്ള ജൻജാവിതി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. ബീഹാറിലാണ് നിരഞ്ജന നദി ഒഴുകുന്നത്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. ആരവല്ലി പർവ്വതനിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നുമാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. 530 കിലോമീറ്ററാണ് ലൂണി നദിയുടെ നീളം. പുഷ്കർ തടാകത്തിൽ ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി. രാജസ്ഥാനിലെ അജ്മീറിനടുത്താണ് പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ് സുക്രി, ജോവായ്, ജോജരി എന്നിവ. ലൂണി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സാൾട്ട് റിവർ അഥവാ ലവണവാരി. ഇന്ത്യയിൽ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി നദി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്നാണ്. സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനമാണ് ഗോവ. മംഗലാപുരത്തു കൂടി ഒഴുകുന്ന നദിയാണ് നേത്രാവതി. മിതി അഥവാ മാഹിം എന്ന നദി ഒഴുകുന്ന സ്ഥലം മുംബൈ ആണ്. കൂവം നദി
അടയാർ നദി എന്നീ നദികൾ ഒഴുകുന്നത് ചെന്നൈയിൽ കൂടെയാണ്. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദിയാണ് താമ്രപരണി. അടുത്തതായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളുടെ ഉത്ഭവം എവിടെയാണ്, അതുപോലെ നദികളുടെ പതനം എവിടെയാണ് എന്ന് നോക്കാം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്, അഥവാ ബോഗാർചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അറബിക്കടലിലാണ് പതിക്കുന്നത്. ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ നിന്നാണ്, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ചമയുങ്തങ് ഗ്ലേസിയറിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ ഉത്ഭവം അമർകണ്ടിലാണ്, അറബിക്കടലിലാണ് പതിക്കുന്നത്. താപ്തി മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവം, അറബിക്കടലിലാണ് പതനം. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവം, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. കാവേരി കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്, അഥവാ തലകാവേരിയിൽ നിന്നുമാണ് ഉത്ഭവം, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഗോദാവരി നാസിക് കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവം, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള സിഹാവ നിരകളിൽ നിന്നുമാണ്, ബംഗാൾ ഉൾക്കടലിലാണ് പതനം. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ നിന്നുമാണ് ഗോമതിയുടെ ഉത്ഭവം, ഗംഗാനദിയിലാണ് പതിക്കുന്നത്. ടിബറ്റിലെ ഗൊസൈത്താലിൽ നിന്നുമാണ് കോസി നദിയുടെ ഉത്ഭവം, ഗംഗാനദിയിലാണ് പതനം. ബിയാസ് നദിയുടെ ഉത്ഭവം റോഹ്താങ് ചുരത്തിൽ നിന്നുമാണ്, ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ നിന്നുമാണ് ബിയാസ് നദിയുടെ ഉത്ഭവം.